അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാന ആദരവ് നിറഞ്ഞ യോഗത്തിൻ്റെ അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന ഉസ്താദുമാരെ, പ്രിയപ്പെട്ട കമ്മിറ്റി ഭാരവാഹികളെ, വിവിധ സംഘടനകളുടെ പ്രതിനിധികളെ, എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മുത്താലിം സുഹൃത്തുക്കളെ, വളരെയേറെ സന്തോഷകരമായ ഈ ഒരു അവസരത്തിൽ നമ്മുടെ സ്ഥാപനമായ ദാറുൽ ഹിദായ ഇസ്ലാമിക് അക്കാദമി 9 വർഷങ്ങൾ പൂർത്തിയാക്കി 10ാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നമുക്കറിയാം, ദാറുൽ ഹിദായയെ സംബന്ധിച്ച് പറയുമ്പോൾ അതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട നാമമാണ് നമ്മുടെ വിദ്യാർത്ഥി സംഘടന JTS എന്നുള്ളത്. ഒരു വിദ്യാർത്ഥി സംഘടനയെ സംബന്ധിച്ചിടത്തോളം ആ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളുടെ സർഗാത്മകമായ കഴിവുകൾ പരിപോഷിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ആ വിദ്യാർത്ഥി സംഘടന നടത്തേണ്ടത്. അൽഹംദുലില്ലാഹ്, കഴിഞ്ഞ 9 വർഷങ്ങളായി ഒരുപാട് പ്രവർത്തനങ്ങൾ JTSന് കീഴിൽ നടക്കാൻ നമുക്ക് സാധിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം ഒരു സ്വാലിഹായ സൽക്കരമായി സ്വീകരിക്കുമാറാവട്ടെ. ദാറുൽ ഹിദായയുടെ മുഴുവൻ പ്രവർത്തനങ്ങളിലും JTSൻ്റെ പൂർണ്ണ പിന്തുണ എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇൻഷാ അല്ലാഹ്, ഇനി നടക്കാൻ പോകുന്ന നമ്മുടെ 10ാം വാർഷികത്തിലും JTSൻ്റെ മുഴുവൻ പിന്തുണയും ഉണ്ടാകുമെന്ന് അറിയിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട ഉസ്താദന്മാരെ, നമ്മുടെ വിരമ്രം മഹല്ല് ജമാഅത്ത് ഭാരവാഹികളെ, അതുപോലെ SYSൻ്റെയും SKSFൻ്റെയും JTSൻ്റെയും പ്രതിനിധികളെ, സഹോദരന്മാരെ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ അൽഹംദുലില്ലാഹ് നമുക്ക് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ഓൺലൈനിലൂടെ ആണെങ്കിലും വളരെ സന്തോഷമുള്ള ഈ ഒരു വേദി ഉദ്ഘാടനം ചെയ്തു തന്നിരിക്കുകയാണ്. നമ്മുടെ ഈ 10ാം വർഷത്തിൽ വാർഷിക പരിപാടിയിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില പരിപാടികൾ ബഹുമാനപ്പെട്ട മഹല്ല് ജമാഅത്തിൻ്റെ പ്രസിഡന്റ് TP മാഷ് ചെറിയ രീതിയിൽ ഇവിടെ സൂചിപ്പിച്ചു. ഇൻഷാ അല്ലാഹ് ഒരുപാട് വ്യത്യസ്ത പരിപാടികൾ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ പിന്നിലൊക്കെ ചർച്ചകളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഈ മഹല്ലിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു, ഈ നാട്ടുകാരായ പ്രത്യേകിച്ച് സഹോദരിമാർ ഒരിക്കലും മറക്കാൻ കഴിയാത്തവരാണ് ദാറുൽ ഹിദായയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരിമാർ. കഴിഞ്ഞ കാലങ്ങളിലെ എന്തൊക്കെ പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടായിട്ടുണ്ടോ ആ സമയങ്ങളിലൊക്കെ ഈ സംവിധാനത്തോട് ചേർന്ന് നിന്നവർ എല്ലാ രീതിയിലും അവർ ദുആ മാത്രമാണ് ആ പ്രിയപ്പെട്ട സഹോദരിമാർ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കൾ, മറക്കാൻ കഴിയില്ല, കഴിഞ്ഞ വർഷമൊക്കെ വിദേശത്തേക്ക് പോയ സന്ദർഭത്തിൽ സൗദിയിൽ നിന്നാണെങ്കിലും UAEയിൽ നിന്നാണെങ്കിലും അവർ വേണ്ട എല്ലാ ഒത്താശകളും ചെയ്ത് ഇതിൻ്റെയൊക്കെ സഹപ്രവർത്തകന്മാർ, സ്ഥാപനം കാണുക പോലും ചെയ്യാത്ത ഇതിൻ്റെ സംഘാടകരായിട്ടുള്ള വിവിധ ചാപ്റ്റർ കമ്മിറ്റികളുടെ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർമാർ ഇതുവരെ അവർ സ്ഥാപനം കണ്ടിട്ട് പോലുമില്ല. എന്നാലും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഉദ്ഘാടന പരിപാടി നടക്കുന്നുണ്ടെന്നുള്ള വിവരം അവർക്ക് വാട്സപ്പിലൂടെയൊക്കെ അറിയിപ്പ് കൊടുത്തപ്പോൾ എല്ലാവിധ സപ്പോർട്ടുമാണ് അവരുടെ ഭാഗത്തു നിന്നുകൊണ്ട് അറിയിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ ഈ മഹല്ലത്തിലെ കൂട്ടായ്മ, വീരമ്രം മഹല്ല് പ്രവാസി കൂട്ടായ്മ, അതിൻ്റെ പ്രതി ബഹുമാനപ്പെട്ട സാലിക്കായി ഇവിടെ ആശംസകൾ അർപ്പിച്ചു. നമ്മൾ വിദേശത്തേക്ക് ഉള്ള എല്ലാ രീതിയിലുള്ള പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുന്നത് പ്രിയപ്പെട്ട KP ബഷീർ ഖാൻ. നമ്മുടെ ഈ സംവിധാനത്തിന് വേണ്ടി മാത്രമല്ല, ആ പ്രദേശത്ത് KMCC അടക്കമുള്ള SIC അടക്കമുള്ള വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് വളരെ വൃത്തിയായി ഭംഗിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഹിദായക്ക് വേണ്ടി ആരെയും പേര് ഞാൻ പറയുന്നില്ല, പ്രവാസി കൂട്ടുകാർ. ഇൻഷാ അല്ലാഹ് നേരത്തെ ഇവിടെ മാഷ് പ്രഖ്യാപിച്ച അല്ലെങ്കിൽ നമ്മുടെ ക്യാമ്പയിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന പരിപാടികളിൽ നമ്മുടെ ഈ പ്രദേശങ്ങളിലുള്ള പ്രവാസി കുടുംബക്കാരുടെ സംഗമവും, അതുപോലെ തന്നെ നമ്മുടെ വിവിധ രാജ്യങ്ങളിൽ സേവനമനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന, ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസി കൂട്ടുകാരുടെ ഗൂഗിൾ മീറ്റ്, അതല്ലാണ്ട് അവർക്ക് മാർഗമില്ലല്ലോ ഗൂഗിൾ മീറ്റും, അതുപോലെ നാട്ടിലുള്ള പ്രവാസികളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള പ്രവാസി സംഘമൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് വളരെ വൃത്തിയായിട്ട് നടത്തപ്പെടും എന്നും കൂടി അറിയിക്കുകയാണ്. ഏതായിരുന്നാലും ഈ സന്തോഷം നിറഞ്ഞ വേദി ദീർഘിപ്പിക്കുന്നില്ല.
ഇനി ഇൻഷാ അല്ലാ നമുക്ക് ഒറ്റാശംസാ പ്രസംഗവും കൂടെ, അതായത് JTS നല്ല വിദ്യാർത്ഥികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രിയപ്പെട്ട തമീം ഒരല്പസമയം നമ്മളോട് ഒരാശംസാ പ്രസംഗം നടത്തും. അതിനുശേഷം JTSൻ്റെ പ്രസിഡന്റ് സഹൽ നന്ദി പ്രഭാഷണത്തിന് ശേഷം ബഹുമാനപ്പെട്ട ഷെയ്ഖുനൽ മർഹൂം ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിറുൽ അസീസ് നമ്മുടെയൊക്കെ അഭിമാനമാണ്. നമ്മളൊക്കെ വളരെ ബഹുമാനാദരവുകൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന, സൂക്ഷിക്കുന്ന, നമ്മുടെ എന്ത് പ്രയാസങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളും വന്നാൽ നമ്മൾ പോകുന്ന ഗേഹമാണ് വരക്കൽ മക്കാം. ബഹുമാനപ്പെട്ട സമസ്തയുടെ ഒന്നാമത്തെ പ്രസിഡന്റ്, സ്ഥാപക നേതാവ് ബഹുമാനപ്പെട്ട വരക്കൽ ബാലവി മുല്ലക്കോയത്തങ്ങൾ കിടന്നുറങ്ങുന്ന മണ്ണ്. അതിൻ്റെ ചാരത്തായി ബഹുമാനപ്പെട്ട ഷെയ്ഖുനൽ മർഹൂം ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിറുൽ അസീസ്. അത്ഭുതമാണ്, ജീവിതം കൊണ്ട് അത്ഭുതമാണ്, മരണവും അത്ഭുതമാണ്, മരണത്തിൻ്റെ ശേഷവും അത്ഭുതവുമാണ്. ബഹുമാനപ്പെട്ടവരുടെ മേലുള്ളതായ തൗസുൽ ബൈത്ത് നമ്മുടെ പ്രിയപ്പെട്ട ദാറുൽ ഹിദായയിലെ വിദ്യാർത്ഥികൾ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ഇൻഷാ അല്ലാ ഒരു 3 നാരിയ സലാത്തും ചൊല്ലി ഒരു ചെറിയ ദുആയോടുകൂടി നമുക്ക് ഈ ഉദ്ഘാടന സംഗമം ഇവിടെ അവസാനിപ്പിക്കണം. അല്ലാഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും കബൂലാക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് പ്രിയപ്പെട്ട തമീമിനെ ചെറിയൊരു ആശംസാ പ്രസംഗത്തിന് വേണ്ടി ക്ഷണിക്കുന്നു.